ഇന്നത്തെ വീഡിയോയിൽ കുക്കറിൽ ഉണ്ടാക്കുന്ന ഗോതമ്പ് നുറുക്ക് പാൽപ്പായസത്തിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള പാൽപ്പായസമാണല്ലോ. അപ്പോൾ അതിന് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അരമണിക്കൂർ കുതിർത്ത് നുറുക്ക് ഗോതമ്പാണ് കുക്കറിലേക്ക് ഇടാം. ഞാൻ എടുത്തേക്കുന്നത് ഒരു 50 ഗ്രാംസ് ഗോതമ്പ് നുറുക്കാണ്. മെഷറിംഗ് കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 1/3 കപ്പ് വരും. അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കാം. മുക്കാൽ കപ്പ് വെള്ളം. ഇത് നമുക്ക് ചൗരിയുടെ ചേർക്കണം. ചൗരി ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. ഈ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് കുറച്ച് പാല് വറ്റിച്ചെടുക്കാനായിട്ടാണ് ഞാൻ എടുക്കുന്ന 4 കപ്പ് പാല്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. നല്ല മധുരം വേണമെങ്കിൽ 5-6 ചേർത്താൽ മതിയാവും. പാല് നമ്മൾ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം. അതിനുശേഷം വേണം അടച്ചു വെക്കാനായിട്ട്. ഇവിടെ പാല് തിളച്ചു തുടങ്ങി. നമുക്കിനി കുക്കർ അടച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് ലോ ഹീറ്റിൽ ഒരു 50 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. നമ്മൾ ഇങ്ങനെ പാല് വറ്റിച്ചെടുക്കുമ്പോൾ പാലട പായസത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്യുമ്പോൾ എപ്പോഴും കുക്കർ നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മീറ്റ് അല്ലെങ്കിൽ എരിവുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തതാണെങ്കിൽ, പുളിയുള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നന്നായിട്ട് കഴുകി ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ പാല് പിരിയും. അപ്പോൾ നമ്മളിത് 50 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അതിനുശേഷം പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്തേക്ക് വേണം ചെക്ക് ചെയ്യാം. കളർ കണ്ടോ, ഒരു പഞ്ചസാര കാരമലൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു കളർ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ നമ്മൾ ഗോതമ്പ് അതുപോലെ ചൗരി രണ്ടും കൂടെ മിക്സ് ചെയ്താണ് അതിനകത്തേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് തിളപ്പിക്കണം. ഒരു 10 to 20 മിനിറ്റ് സമയം എടുക്കും അത് കുക്ക് ചെയ്ത പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയി വരാൻ. അതുവരെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ 10 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാറ്. ഇത് വറ്റിച്ചെടുക്കുകയാണ്. ഇച്ചിരി തിക്കായി വരാനായിട്ടാണ്. ആ പായസത്തിൻ്റെ ഒരു അയവ് വരണം. കുറച്ചുകൂടെ വറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ഹൈ ഫ്ലെയിമിലിടുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാട ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയി ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ ആറുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തിക്കാവും. അത് കണക്കാക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഓഫ് ചെയ്യാണ്. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് സമയം എടുത്തു ഹൈ ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടാം, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ആ മധുരം എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടുന്നത്. നമ്മൾ സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നോക്കിയാൽ ശകലം ലൂസാണല്ലോ, അത് നമ്മൾ ഇരിക്കുന്ന ഓർമ്മ തിക്കായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന ഈ ഗോതമ്പ് നുറുക്ക് പാൽപ്പായസം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ നട്ട്സ് വറുത്തിടുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുന്നതാണ് ടേസ്റ്റി. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഗോതമ്പിൻ്റെ വേവാണ്. അത് നന്നായിട്ട് സോഫ്റ്റ് ആവണം, അതുവരെ വേവിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ പാൽ ഷുഗർ മിക്സറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കല്ലിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതേ സമയം കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇൻ കേസ് ആയില്ലെങ്കിൽ വീണ്ടും നിങ്ങളത് കുക്ക് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുക. സോഫ്റ്റ് ആയ ശേഷം മാത്രം പാൽ മിക്സറിലേക്ക് ചേർക്കുക. അങ്ങനെ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 4 തൊട്ട് 6 പേർക്ക് വരെ കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.